ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ് കേട്ടോ നമ്മൾ തറവാട്ടിലേക്ക് 19ലേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് ഇത്ര നേരം ചെറിയ അനിയൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ വലിയ അനിയൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ നാത്തൂനിക്ക് ചെറിയൊരു പുതിയ താത്ത വെച്ചാൽ മതി കൂട്ടാൻ പറയട്ടോ. രസം ഉണ്ടായിട്ടാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു പരിപ്പും തക്കാളിയും കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. പരിപ്പ് റെഡി ആയിട്ട് അതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി റെഡിയാക്കി വെച്ചത് കട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ഒരു മൂടി തേങ്ങ ചിരവട്ടെ. അവൾക്കപ്പോൾ ഇന്നൊരു പണി ലാഭമായല്ലോ അല്ലേ. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ അവൾക്കൊരു പൂതി എന്നോട് താത്താക്ക് ഇഷ്ടമുള്ള കറി വെക്ക് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പരിപ്പും തക്കാളിയും ഇവിടെയുള്ള സാധനം ഇട്ടിട്ട് കറി വെക്കാൻ വെച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സിൻ്റെ ജാറിൽ അടിക്കട്ടെ. അപ്പോൾ ഗായ്സ് തറവാട്ടിൽ വന്നപ്പോൾ ഇന്ന് കിട്ടിയ പണിയാണ് കേട്ടോ എനിക്ക്. നമ്മളെ ലൈഫിൽ ആരെങ്കിലൊക്കെ എൻ്റെ വീടിൻ്റെ ഓണറാണെങ്കിലും ശരി, അവർ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. നമ്മളെ വീട്ടിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കണില്ലല്ലോ. എപ്പോഴേലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ വന്നാൽ മാത്രമാണ് മോനിൻ്റെ ഇപ്പോൾ വന്നാൽ മാത്രമാണ് ശരിക്കും രാവിലെ ചായയും പലഹാരവും ഉച്ചക്ക് ചോറ് അങ്ങനെയൊക്കെ. മറ്റേ ഒരു ചോറ് രാവിലെ വെച്ചാൽ പണി കഴിയും. അപ്പം ഞാൻ അങ്ങനെ ചെറിയ ഹെൽപ്പ് ആരെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ എന്നും എൻ്റെ നാത്തൂന് ഒരു താത്താൻ്റെ കൈ കൊണ്ട് വെക്കുന്നു. അപ്പോൾ ഇത് ഒറിജിനൽ സ്രാവാണ് കേട്ടോ. 100 രൂപക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വണ്ടിയിൽ വിൽക്കാൻ വരും. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പെരിഞ്ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഒരു 2 ഇല്ലി അതൊക്കെ ഇട്ടിട്ട്, ചെറിയ ഉള്ളി ഒക്കെ ഇട്ട്, കായം നമ്മളിവിടെ അങ്ങനെ പറയുക കേട്ടോ, മസാല തേച്ച് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ. അപ്പോൾ നമ്മളെ കറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത് സെറ്റാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ കറിയിലേക്കുള്ള തേങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങ കൂട്ടാൻ പോവാണ്. ഇതിലൊന്നുമില്ല കേട്ടോ, പരിപ്പും തക്കാളിയും കറി. ഈ തേങ്ങ ഒക്കെ ഇതിൽക്കൊന്ന് തുടച്ചൊഴിക്കണം. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ കറി കേട്ടോ. അപ്പം ഇന്ന് നമ്മളെ നാത്തൂനിക്കൊന്ന് റെസ്റ്റ് ആയിക്കോട്ടെ. പാവല്ലേ, എന്നും പനിയല്ലേ. അപ്പോൾ കറി വറവിടാൻ പോവാണ് കേട്ടോ. തക്കാളിയും പരിപ്പും കറി വറവിട്ടിട്ട് മീൻ പൊരിക്കണം. അപ്പോൾ ഓക്കെ, കറി റെഡി. കറി റെഡി ആയിട്ടോ. അപ്പോൾ നമ്മളെ നാത്തൂനിക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പരിപ്പും തക്കാളിയും കറി വറവിട്ട് അങ്ങനെ വെച്ചിട്ടാണ് നല്ല കറി റെഡിയായി. അപ്പോൾ കറീൻ്റെ പണി കഴിഞ്ഞ് ഇവിടെ മീൻ ചട്ടിയിലിട്ടിട്ടുണ്ട്. തീ ലേശം നല്ലോണം ചൂടാട്ടോ. അപ്പം ഇന്നത്തെ ഫുഡാണ് കേട്ടോ നമ്മളെ